സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സെറ്റ് എക്സാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ESR സ്പെക്ട്രോസ്കോപ്പിയാണ്. ESR സ്പെക്ട്രോസ്കോപ്പിയിലെ പ്രധാനപ്പെട്ട ഏരിയ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ESR സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും സെറ്റ് എക്സാമിന് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സെലക്ഷൻ റൂള് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ESR ഏത് റേഡിയേഷനാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് റേഞ്ചിലാണ് വരുന്നത്, അതുപോലെ തന്നെ ESR ആക്റ്റീവ് ആണോ ESR ഇനാക്റ്റീവ് ആണോ എന്ന ക്വസ്റ്റ്യൻ കാണാറുണ്ട്. എത്ര ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യനും ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ESR സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട അല്പം തിയറിയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ESR സ്പെക്ട്രോസ്കോപ്പി ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ESRൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇത് EPR സ്പെക്ട്രോസ്കോപ്പി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ESRും EPRും ഒരേ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ്. To study materials with unpaired electrons. ESR സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് ESR സ്റ്റഡി ഉള്ളത്. അപ്പോൾ ESR സ്പെക്ട്രോസ്കോപ്പി ഒരു മോളിക്യൂൾ കാണിക്കണമെങ്കിൽ അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. അതുപോലെ അടുത്ത പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സ്പെക്ട്രോസ്കോപ്പിയും എന്തിനു വേണ്ടിയിട്ട്, എന്തിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ESR സ്പെക്ട്രോസ്കോപ്പി ഈസ് ഹെൽപ്ഫുൾ ടു സ്റ്റഡി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ സ്റ്റഡിക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ESR സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ESR സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കോമ്പൗണ്ടിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ സ്റ്റഡിക്കാണ് ഇത് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്. ഇനി മൈക്രോവേവ് റേഡിയേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് റീജിയനിലാണ് ESR സ്പെക്ട്രോസ്കോപ്പി കാണുന്നത്. അപ്പോൾ മൈക്രോവേവ് റേഡിയേഷനാണ് ESR സ്പെക്ട്രോസ്കോപ്പി അബ്സോർപ്ഷൻ നടക്കുന്നത്. നമുക്കിനി ESR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കാം. ESR ആക്റ്റീവ് ആവണമെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ ക്വാണ്ടം നമ്പർ I വാല്യൂ എന്ന് പറയുന്നത് N/2 ആവണം. N എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, നമ്പറാണ്. N ഓഡ് ആവാം, ഈവൻ ആവാം. അപ്പോൾ I വാല്യൂ N/2 ആവുന്ന കേസിലെല്ലാം ESR ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് I വാല്യൂ ഉണ്ടാവണം എന്നുള്ളതാണ്. I വാല്യൂ 0 ആയി കഴിഞ്ഞാലായിരിക്കും ESR ഇനാക്റ്റീവ് ആവുന്നത്. അപ്പോൾ ESR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ I വാല്യൂ 0 ആണോ 0 അല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. I വാല്യൂ N/2 ആവുന്ന കേസുകൾ നോക്കാം. N എന്നത് ഇൻറ്റിജറാണ്. ഐസോടോപ്സ് വിത്ത് ഓഡ് ആറ്റോമിക് നമ്പർ ഈവൺ മാസ് നമ്പർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഐസോടോപ്പിൽ അതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ചെക്ക് ചെയ്യാം. ആറ്റോമിക് നമ്പർ ഓഡ് നമ്പർ ആവാം, മാസ് നമ്പർ ഈവൻ നമ്പർ ആവാം. അങ്ങനെയുള്ള കേസിൽ I വാല്യൂ 0 ആവില്ല. അങ്ങനെയുള്ള ന്യൂക്ലിയസ് എല്ലാം ESR ആക്റ്റീവാണ്. അപ്പോൾ ഐസോടോപ്സ് വിത്ത് ഓഡ് ആറ്റോമിക് നമ്പർ ഈവൺ മാസ് നമ്പേഴ്സ് ആർ ESR ആക്റ്റീവ്. എക്സാമ്പിൾ H2 ഡ്യൂട്ടീരിയം, ബോറോൺ 10, നൈട്രജൻ 14. ഇപ്പോൾ H2 ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിലാണെങ്കിൽ ആറ്റോമിക് നമ്പർ ഓഡാണ്, 1 ആണ്, മാസ് നമ്പർ ഈവൻ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ വരുന്നതാണ് ESR ആക്റ്റീവാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എക്സാമ്പിളുകളെല്ലാം. അപ്പോൾ തന്നിട്ടുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഐസോടോപ്പ് ESR ആക്റ്റീവ് ആണോ എന്ന് നോക്കണമെങ്കിൽ I വാല്യൂ 0 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 0 അല്ലെങ്കിലാണ് ESR ആക്റ്റീവ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് മാസ് നമ്പർ ഈവൻ നമ്പറും ആറ്റോമിക് നമ്പർ ഓഡ് നമ്പറും ആയിക്കഴിഞ്ഞാലും ESR ആക്റ്റീവാണ്. I വാല്യൂ നോട്ട് ഈക്വൽ ടു 0 കേസാണ്. അപ്പോൾ I വാല്യൂ 0 ആവാത്ത 2 കേസാണുള്ളത്. ഒന്ന്, മാസ് നമ്പർ ഈവൻ, ആറ്റോമിക് നമ്പർ ഓഡ്. അടുത്ത കേസ് മാസ് നമ്പർ
ഓഡ്, ആറ്റോമിക് നമ്പർ ഈവൻ ഓർ ഓഡ്. ഈ രണ്ട് കേസിലും I വാല്യൂ 0 ആവില്ല, n/2 വാല്യൂ ആണ് വരുന്നത്. അങ്ങനെയുള്ള ഐസോട്ടോപ്സ് എല്ലാം ESR ആക്റ്റീവാണ്. നമ്മൾ മുന്നേ പറഞ്ഞു I വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ESR ഇനാക്റ്റീവാണ്. ESR ഇനാക്റ്റീവ് ആകുന്ന ഐസോട്ടോപ്സുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ I വാല്യൂ 0 ആണെന്ന് തിരിച്ചറിയാൻ നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ള ഐസോട്ടോപ്പിൻ്റെ മാസ് നമ്പറും മാസ് നമ്പറും ആറ്റോമിക് നമ്പറുമാണ്. ഇത് രണ്ടും ഈവൻ നമ്പർ ആയിക്കഴിഞ്ഞാൽ, ഇരട്ട സംഖ്യകളായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐസോട്ടോപ്സ് എല്ലാം I വാല്യൂ 0 ആയിട്ടുള്ള കേസിൽ വരുന്നതാണ്. ESR ഇനാക്റ്റീവാണ്. അപ്പോൾ ഓർത്തിരിക്കുക, I വാല്യൂ 0 ആയാൽ ESR ഇനാക്റ്റീവാണ്. അങ്ങനെയുള്ള ഐസോട്ടോപ്സിൻ്റെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും ഈവൻ ആയിരിക്കും. അതുപോലെ ESR ആക്റ്റീവ് ആവണമെങ്കിൽ I വാല്യൂ 0 ആവാൻ പാടില്ല, n/2 വാല്യൂ ആണ് കിട്ടേണ്ടത്. n ഇൻറ്റിജർ ആണ്. ഇനി അതിൽ തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. ആറ്റോമിക് നമ്പർ ഓഡ് നമ്പറും മാസ് നമ്പർ ഈവൻ നമ്പറും വരുന്നത് ഒന്ന്. അടുത്തത് മാസ് നമ്പർ ഈവൻ നമ്പറും ആറ്റോമിക് നമ്പർ ഓഡോ ഈവനോ വരുന്ന കേസും I വാല്യൂ 0 അല്ലാത്ത കേസാണ്. ദാറ്റ് ഈസ് ESR ആക്റ്റീവ് കേസുകളാണ്. ഇനി തന്നിട്ടുള്ള എക്സാമ്പിളുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. C12 നമുക്കറിയാം, മാസ് നമ്പർ 12, ആറ്റോമിക് നമ്പർ 6 അല്ലേ. രണ്ട് ഈവൻ നമ്പറാണ്. അപ്പോൾ I വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് അത് ESR ഇനാക്റ്റീവാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും എല്ലാം. ഇനി ഫ്ലൂറിൻ 19 ഇവിടെ വരുന്നത് ആറ്റോമിക് നമ്പർ 9 ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ 19 ആണ്. അപ്പോൾ ഓഡ് നമ്പറാണ് എന്ത് വരുന്നത്? മാസ് നമ്പർ വരുന്നത്. അതുപോലെ ആറ്റോമിക് നമ്പറും ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വരുന്ന കേസും എന്ത് തന്നെയാണ്? ESR ആക്റ്റീവാണ്. നെക്സ്റ്റ് ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് എത്രയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ESR സിഗ്നൽ ഈസ് സ്പ്ലിറ്റ് ബൈ നെയ്ബറിംഗ് ന്യൂക്ലിയെ. അതായത് ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ESR സിഗ്നൽ നെയ്ബറിംഗ് ന്യൂക്ലിയസിനനുസരിച്ച് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ്. ദ നമ്പർ ഓഫ് ലൈൻസ് ഈസ് ഈക്വൽ ടു 2Ni+1. എത്ര ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ലൈൻസ് ഈസ് ഈക്വൽ ടു 2Ni+1. ഇവിടെ I എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു സ്പിന്നാണ്, ആംഗുലാർ മൊമെൻ്റം ക്വാണ്ടം നമ്പറാണ് I. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഈക്വലൻ്റ് ന്യൂക്ലിയ. ഏത് നെയ്ബറിംഗ് ന്യൂക്ലിയ ആണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അതിലെ ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് n. ഇപ്പോൾ 2Ni+1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ESR സെലക്ഷൻ റൂളാണ്. ESR സെലക്ഷൻ റൂള് ΔMS ഈക്വൽ ടു +or-1, ΔMI ഈക്വൽ ടു 0. ΔMS ഈക്വൽ ടു +or-1, ΔMI ഈക്വൽ ടു 0. നമ്മളിപ്പോൾ പഠിച്ച ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് കണ്ടുപിടിക്കുന്ന 2Ni+1 ഇക്വേഷനെ നമുക്ക് രണ്ട് രീതിയിൽ മാറ്റി പറയാം. ഒന്നാമത്തേത് ഹൈപ്പർഫൈൻ ഇൻട്രാക്ഷൻ ഓഫ് വൺ ന്യൂക്ലിയ. ഒരു ന്യൂക്ലിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയെ മാത്രമാണ് അതിൽ ESR ആക്റ്റീവ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കുന്നത് 2Ni+1 എന്ന ഇക്വേഷൻ വെച്ചാണ്. ഇനി ഈ ഇക്വേഷനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. 2N1I1 + 1 × 2N2I2 + 1. അപ്പോൾ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ന്യൂക്ലിയ, അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ രണ്ട് ന്യൂക്ലിയസുകൾ ESR ആക്റ്റീവാണ് എങ്കിൽ ആ രണ്ട് കേസിലെയും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 2Ni+1 എന്ന ഇക്വേഷനെ 2N1I1 + 1 × 2N2I2 + 1 എന്ന് മാറ്റി എഴുതിയത്.
അപ്പോൾ ശ്രദ്ധിക്കുക, ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ആണ് കാണേണ്ടതെങ്കിൽ രണ്ട് ഇക്വേഷൻ്റെ 2ni+1ഉം 2n1i1+1 ഇൻറ്റു 2n2i2+1. അപ്പോൾ ഇവിടെ n1 എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ന്യൂക്ലിയസ് ESR ആക്റ്റീവ് ആവുന്ന കേസാണല്ലോ അത്. അപ്പോൾ അതിലെ ആദ്യത്തെ ന്യൂക്ലിയസ് ഏതാണോ അതിൻ്റെ നമ്പറാണ് n1 ആയിട്ട് എടുക്കേണ്ടത്. i1 എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ്. അതുപോലെ n2 എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂക്ലിയസ് ESR ആക്റ്റീവായ കേസിലെ രണ്ടാമത്തെ ന്യൂക്ലിയസിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് n2. i2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ്. ഇനി ഐ വാല്യൂസ് നമുക്ക് കുറച്ച് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ഐ വാല്യൂ ഓഫ് വനേഡിയം 7/2, ക്രോമിയം 3/2, മാംഗനീസ് 5/2, കൊബാൾട്ട് 7/2, കോപ്പർ 3/2. ഇത് മെറ്റൽ കോംപ്ലക്സസിൻ്റെ കേസാണ്. ഇനി H1 ഹൈഡ്രജൻ ആണെങ്കിൽ ഹാഫാണ്. ഡ്യൂട്ടീരിയം H2 ആണെങ്കിൽ 1 ആണ്. കാർബൺ 12 നമുക്കറിയാം അറ്റോമിക് നമ്പറും മാസ് നമ്പറും E1 വരുന്ന കേസാണ്. ഐ വാല്യൂ 0 ആണ്. ESR ഇനാക്റ്റീവ് ആണ്. അതുപോലെ ഓക്സിജൻ 16, ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16, E1 നമ്പർ, ഐ വാല്യൂ 0, ESR ഇനാക്റ്റീവ്. നൈട്രജൻ ഐ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ച് കാണാറുള്ള ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുന്ന ന്യൂക്ലിയസുകൾ. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ VOAC ട്വൈസ് സ്പ്ലിറ്റിംഗ് വിത്ത് വനേഡിയം ന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ ESR ആക്റ്റീവ് ആവുന്നത് വനേഡിയാണ്. അപ്പോൾ വനേഡിയത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഐ വാല്യൂ 7/2 ആണ്. n എന്ന് പറയുന്നത് 1 ആണ്. ഒരു വനേഡിയം ന്യൂക്ലിയസേ ഉള്ളൂ. അപ്പോൾ n ന്യൂക്ലിയസിൻ്റെ എണ്ണാണ് ESR ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണാണ് n. ഐ എന്ന് പറയുന്നത് സ്പിന്നാണ്. അപ്പോൾ വനേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം D3 സിസ്റ്റാണ്. ഡി ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള കേസാണ്. ESR ആക്റ്റീവ് ആണ്. ഐ വാല്യൂ 7/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ന്യൂക്ലിയസ് ESR ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷനിൽ ആദ്യത്തേതാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. 2ni+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n നമ്പർ ഓഫ് വനേഡിയം, നമ്പർ ഓഫ് ESR ആക്റ്റീവ് സ്പീഷീസ് 2 ഇൻറ്റു 1 ഇൻറ്റു i, 7/2 + 1, ആൻസർ 8 എന്ന് വരും. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 8 ESR ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം നമുക്കറിയാം ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ ആറ്റം ESR ആക്റ്റീവ് ആണ്, H1 ആണ്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഓഡ് നമ്പറാണ്. ESR ആക്റ്റീവ് ആണ്. n = 1 ആണ്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം 1 ആണ്. ഐ വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐ വാല്യൂ സ്പിൻ വാല്യൂ പഠിച്ചു വെക്കുക. 1 ഇലക്ട്രോൺ ഹാഫ്. 2ni+1 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലൈൻസ് എന്ന് ആൻസർ വരും. നെക്സ്റ്റ് എക്സാമ്പിൾ CH3 റാഡിക്കൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, കാർബണും ഹൈഡ്രജനും. കാർബണിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12 അല്ലേ. അപ്പോൾ ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയാൽ ഐ വാല്യൂ 0 ആണ്. ESR ഇനാക്റ്റീവ് ആണ്. അതുപോലെ ഹൈഡ്രജൻ ESR ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പർഫൈൻ ലൈൻസ് എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളത് ESR ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ടേമിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത ഇക്വേഷൻസ് മതി. 2ni+1 ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ഹൈഡ്രജൻ്റെ കേസാണ്, അതുകൊണ്ട് n വാല്യൂ 3 ആണ്. 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. സ്പിൻ വാല്യൂ i = ഹാഫ് ആണ്. 2ni+1 = 2 ഇൻറ്റു 3 ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ഉണ്ടെന്ന് കിട്ടും. അടുത്തത് AlH3.
അലുമിനിയം ESR ആക്റ്റീവ് ആണ്, ഹൈഡ്രജൻ ESR ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2ni+1 അല്ല, 2n1i1+1 ഇൻറ്റു 2n2i2+1 ആണ്. അപ്പോൾ 2n1i1+1 എന്നത് അലുമിനിയത്തിൻ്റെ കേസിലുള്ള ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ്. 2n2i2+1 എന്നത് ഹൈഡ്രജൻ്റെ കേസിലുള്ള സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. n1 എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ കേസാണ്. ഒരു അലുമിനിയം ഉള്ളൂ, അപ്പോൾ n=1 എന്ന് വരും. I വാല്യൂ 5/2 ആണ് അലുമിനിയത്തിൻ്റേത്. ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, n=3, I വാല്യൂ 1/2. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 × 1 × 5/2 + 1 × 2 × 3 × 1/2 + 1. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 × 4 24 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ് AlH3യിലുള്ളതെന്ന് കിട്ടും. അടുത്തത് H2 ഡ്യൂട്ടീരിയാണ്, മാസ് 2 ആയിട്ടുള്ള ഡ്യൂട്ടീരിയാണ്. ഡ്യൂട്ടീരിയം n വാല്യൂ 1 ആണ്, ഒരു ഡ്യൂട്ടീരിയം ഉള്ളൂ, അപ്പോൾ n=1 എന്ന് വരും. I നമുക്കറിയാം ഹൈഡ്രജന് I സ്പിൻ വാല്യൂ 1/2 ആണ്, അതുപോലെ ഡ്യൂട്ടീരിയത്തിന് I വാല്യൂ 1 ആണ്. 2ni+1 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണുള്ളത്. 2 × 1 × 1 + 1 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലൈൻസ് എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ C6H6 റാഡിക്കൽ, ബെൻസീൻ റാഡിക്കലാണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് റാഡിക്കൽ ആയത് കാരണം. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ടൈപ്പ് ന്യൂക്ലിയസ് ഉണ്ട്. കാർബണിൻ്റെ കേസിൽ ESR ഇനാക്റ്റീവ് ആണ്, I വാല്യൂ 0 ആണ്. നമ്മൾ മുന്നേ പറഞ്ഞു മാസ് നമ്പറും അറ്റോമിക് നമ്പറും E1 വരുന്ന കേസാണ്, അതുകൊണ്ട് I വാല്യൂ 0 ആണ്. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് കണ്ടുപിടിക്കാം. 2ni+1 ലൈൻസ് ആണുള്ളത്. ഹൈഡ്രജൻ n വാല്യൂ 6 ആണ്, I വാല്യൂ 1/2 ആണ്. 2ni+1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 6 × 1/2 + 1 എന്ന് വരും. ആൻസർ 7 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ആണ് ബെൻസീൻ റാഡിക്കലിലുള്ളത്. അടുത്തത് CH3CH2 റാഡിക്കൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2 കാർബൺ ഉണ്ട്, പക്ഷെ അത് ESR ഇനാക്റ്റീവ് ആണ്. അടുത്ത ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആദ്യത്തെ കാർബണിലെ 3 ഹൈഡ്രജനും അടുത്ത കാർബണിലെ 2 ഹൈഡ്രജനും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് 5 ഹൈഡ്രജൻ എന്ന് എഴുതാൻ പാടില്ല. കാരണം ആദ്യത്തെ 3 ഹൈഡ്രജൻ്റെ കെമിക്കൽ എൻവയോൺമെൻ്റ് അല്ല അടുത്ത 2 ഹൈഡ്രജനുള്ളത്. കെമിക്കലി ഈക്വലൻ്റ് അല്ല ആ 2 ടൈപ്പ് ഹൈഡ്രജനും. അതുകൊണ്ട് നമ്മൾ ഇൻട്രാക്ഷൻ നോക്കുമ്പോൾ 2 ടൈപ്പ് ഹൈഡ്രജൻസിൻ്റെ എൻവയോൺമെൻ്റ് ആണുള്ളത്. നമ്മുടെ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായി സെലക്ട് ചെയ്യേണ്ടി വരും. 2n1i1+1 × 2n2i2+1. ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലായിരുന്നു ഈ ഹൈഡ്രജൻ എങ്കിൽ, 5 ഹൈഡ്രജനുമെങ്കിൽ നമ്മളിതിനെ ഒരുമിച്ചെടുത്താൽ മതി. 2ni+1 ഇക്വേഷൻ വച്ച് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഹൈഡ്രജൻസിൻ്റെ കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയത് കാരണമാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്തത്. നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2ni(n1i1+1) എന്നത് 3 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ കേസാണ്. 2 ഹൈഡ്രജൻസിൻ്റെ കേസാണ് 2n2i2+1. വാല്യൂസ് കൊടുക്കുമ്പോൾ 2 × 3 × 1/2 + 1 × 2 × 2 × 1/2 + 1 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 3 12 ലൈൻസ് ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അടുത്തത് H2 റാഡിക്കൽ പ്ലസ്, കാറ്റയോണിക് റാഡിക്കലാണ് H2+. 2ni+1 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 2 × 2 × ഹൈഡ്രജൻ 1/2 + 1. ആൻസർ 3 ലൈൻസ് ആണ് വരുന്നത്.
അടുത്തത് O2+. O2+ എന്ന് പറയുമ്പോൾ 15 ഇലക്ട്രോൺസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. 2Ni+1 = 2 × 2 × 0 + 1. ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ 8ഉം മാസ് നമ്പർ 16ഉം ആണ് അല്ലേ. 16ഉം 8ഉം ഈവൻ നമ്പറാണ്. ഐ വാല്യൂ 0 ആണ്. ഐ വാല്യൂ 0 ആണെങ്കിൽ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഇല്ല. ആകെ ആദ്യം കിട്ടിയ അതേ ലൈൻസ് മാത്രമേ ഉണ്ടാവൂ. ആ ലൈൻസ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. സിംഗിൾ ലൈൻസാണ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഹൈപ്പർ ഫൈൻ ലൈൻസ് 0 എന്ന് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ചെയ്തത്. ഹൈപ്പർ ഫൈൻ ലൈൻസ് 1 ഉള്ളൂ, അത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെയാണ് കാർബണിൻ്റെ കേസിലും വരിക. അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12, ഐ വാല്യൂ 0, ഓൺലി 1 ലൈൻസാണ് ഉണ്ടാവുക, 1 ലൈൻസാണ് ഉണ്ടാവുക. ആ ഒരു ലൈൻസ് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്ങിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. 2Ni+1 ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നാണ് ഓക്സിജനെ പോലെ തന്നെ കാർബണിൻ്റെ കേസിലും കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സാമിന് ഹൈപ്പർ ഫൈൻ ലൈൻസ് 0, 1, 2 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തന്നിട്ട് ഇതിലേതെങ്കിലും ഈ കാർബണോ ഓക്സിജനോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 0 എന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല. ഐ വാല്യൂ 0 ആണ്, പക്ഷേ അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം കിട്ടിയ ഒറ്റ ലൈൻസിൽ തന്നെ നിൽക്കുന്നു. 1 ആണ് ഈ രണ്ട് കേസിൽ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റ് ലൈൻസിൻ്റെ എണ്ണം. നെക്സ്റ്റ് വൺ, CCH3 ട്വൈസ് H റാഡിക്കൽ. ഇവിടെ മൊത്തം 7 ഹൈഡ്രജൻ ഉണ്ട്. ESR ആക്റ്റീവ് ആയിട്ടുള്ള 7 ഹൈഡ്രജൻ ഉണ്ട്. കാർബൺ ESR ആക്റ്റീവ് അല്ല. അപ്പോൾ ഈ 7 ഹൈഡ്രജനെ നമ്മൾ ഒരേ എൻവയോൺമെൻറ്റിലാണോ ഡിഫറെൻ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, റാഡിക്കൽ CH റാഡിക്കലിലെ ഹൈഡ്രജൻ ഒരു എൻവയോൺമെൻറ്റിലാണ്. ബാക്കിയുള്ള 2 കാർബണിലെയും ഹൈഡ്രജൻസ് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള ഹൈഡ്രജനെ നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിൽ 6 ഹൈഡ്രജനും വ്യത്യസ്ത കെമിക്കൽ എൻവയോൺമെൻറ്റിൽ ഒരു ഹൈഡ്രജനുമാണ് ഉള്ളത്. അപ്പോൾ 2 ടൈപ്പ് ഹൈഡ്രജൻ ഉണ്ട് ഇതിൽ. ഒന്ന് ഒരു ഹൈഡ്രജനും അടുത്തത് 6 ഹൈഡ്രജനും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ പ്രയോജനപ്പെടുത്താം. 2N1I1+1 × 2N2I2+1. 2N1I1+1 എന്നത് 6 ഹൈഡ്രജൻസിൻ്റെ കേസാണ്. 2N2I2+1 എന്നത് 1 ഹൈഡ്രജൻസിൻ്റെ കേസിലുള്ള ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 × N1 6 × I1 ഹൈഡ്രജൻ ഹാഫ് ആണ് +1 × 2 × N2 1 ആണ്, 1 ഹൈഡ്രജൻ ആണ്. 2 × 1 × ഹാഫ് +1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7 × 2 എന്ന് വരും. ടോട്ടൽ 14 ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, CH2D റാഡിക്കൽ. ഇവിടെ കാർബൺ ESR ഇനാക്റ്റീവ് ആണ്. നമ്മൾ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1 എന്നാണ് ആൻസർ കിട്ടുക. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത്. ഹൈഡ്രജൻ ESR ആക്റ്റീവ് ആണ്, ഡ്യൂട്ടീരിയവും ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് 2N1I1+1 × 2N2I2+1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള ന്യൂക്ലിയസുകളാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × N1 ഹൈഡ്രജൻ്റെ കേസ് ആയത് കാരണം 2I1 ഹാഫ് 2 × 2 × ഹാഫ് +1 × 2 × N2 ഡ്യൂട്ടീരിയം 1 ആണ്. അപ്പോൾ 2 × 1 × I2 ഐ വാല്യൂ ഓഫ് ഡ്യൂട്ടീരിയം ഈസ് ഈക്വൽ ടു 1. 2 × 1 × 1 +1 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 3 = 9 ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, CH2O CH3 റാഡിക്കൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കാർബണും ഓക്സിജനും നമ്മൾ മുന്നേ കണ്ടതാണ്. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ഇല്ല, ഒറ്റ ലൈൻസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാം. അതെല്ലാം ESR ഇനാക്റ്റീവ് ആണ്.
ഇനി ഹൈഡ്രജൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള രണ്ട് ടൈപ്പ് ഹൈഡ്രജൻസ് ഉണ്ട്. ആദ്യത്തേത് CH2 ആണ്, ആദ്യത്തെ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനും അടുത്തത് OCH3യിലുള്ള ഹൈഡ്രജനും. നമുക്ക് 2n1I1 + 1 × 2n2I2 + 1 ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 × n1 ഫസ്റ്റ് ഹൈഡ്രജനാണ് 2 × ½ + 1 × 2 × n2 3 ഹൈഡ്രജൻസ് ആണ് സെക്കൻഡ് ടൈപ്പ് 3 × ½ + 1. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 12 ലൈൻസ് എന്ന് ആൻസർ കിട്ടും. അടുത്തത് CD3 റാഡിക്കൽ. കാർബണിൻ്റെ കാര്യം നോക്കേണ്ടതില്ല. ഡ്യൂട്ടീരിയം ESR ആക്റ്റീവാണ്. 2Ni + 1 = 2 × 3 × 1 + 1. 1 ആണ് ഡ്യൂട്ടീരിയത്തിൻ്റെ I വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ലൈൻസ്. നെക്സ്റ്റ് വൺ NH3 റാഡിക്കൽ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, റാഡിക്കൽ അയോൺ ആണ്. 2n1I1 + 1 × 2n2I2 + 1. ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം നൈട്രജൻ ESR ആക്റ്റീവ് ആണ്, 7 അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 14. അതുപോലെ ഹൈഡ്രജൻ ESR ആക്റ്റീവ് ആണ്. 2 ന്യൂക്ലിയസ് വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. 2 × 1 × 1 + 1 എന്ന് വരും. നൈട്രജൻ I വാല്യൂ 1 ആണ്. അതുപോലെ ഹൈഡ്രജൻ്റെ കേസിൽ 2 × 3 × ½ + 1 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 12 ലൈൻസ് എന്ന് കിട്ടും. ലാസ്റ്റ് വൺ നാഫ്തലീനാണ്. നാഫ്തലീൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാർബണും ഹൈഡ്രജനും ആണുള്ളത്. അതിൽ തന്നെ 4 ഹൈഡ്രജൻസ് ആക്സിയലാണ്, അടുത്ത 4 ഇക്വറ്റോറിയലാണ്. അപ്പം 2 ടൈപ്പ് കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള ഹൈഡ്രജൻസ് ഉണ്ട്. മൊത്തം 8 ഹൈഡ്രജനിലെ 4 ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിലും അടുത്ത 4 ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലുമാണുള്ളത്. അപ്പോൾ നമുക്ക് 2n1I1 + 1 × 2n2I2 + 1 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് കണ്ടുപിടിക്കാം. 2 × 4 × ½ + 1 × 2 × 4 × ½ + 1 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ നാഫ്തലീനിൽ 25 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റ് ലൈൻസ് ആണുള്ളതെന്ന് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.